ശ്രീ വസന്ത് തെങ്ങുംപള്ളി, ഹരിദാസിനോട് താങ്കൾ യോജിക്കുകയാണോ? ഇ ഡി അന്വേഷണം വെറും പ്രഹസനമാണ്, ഒരു രാഷ്ട്രീയ വേട്ടയാടലായിട്ട് സ്വാഭാവികമായിട്ടും CPM ആരോപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും? അത് നോക്കൂ, ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധിയുടെ പുറത്താണ് ഈ അന്വേഷണം ആരംഭിക്കുന്നത് തന്നെ. പിന്നീട് ഇതിലേക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി SFIO ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ED കേസിൽ ഒരു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡായി പ്രവർത്തിക്കുകയാണ്. ആര് തമ്മിൽ ഒരു 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 ഇന്റർ സെറ്റിൽമെന്റ് ബോർഡായി ആര് തമ്മിലുള്ള സെറ്റിൽമെന്റിന് BJPയും CPMഉം തമ്മിലുള്ള സെറ്റിൽമെന്റിന് പല കാര്യങ്ങളിലും ഒരു സെറ്റിൽമെന്റ് ഇന്റർ മധ്യസ്ഥന്റെ റോളാണ് ED എടുത്തു പോരുന്നത്. അത് നമുക്ക് തൃശ്ശൂരിലെ കരുവന്നൂർ ബാങ്ക് തൊട്ട് കാണാൻ സാധിക്കും. കരുവന്നൂർ ബാങ്കിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സഹകരണ ബാങ്കിന്റെ വകുപ്പ് മന്ത്രി സഹകരണ ബാങ്കിലെ ഒരു അഴിമതിയുമായി ബന്ധപ്പെട്ട് പ്രതികർക്കപ്പെടുന്നത്. AC മൊയ്തീൻ അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയാണ്, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയുമാണ്. ഈ കേസ് നടക്കുമ്പോൾ അവിടെ ഒരു മരണം ഉണ്ടായി, ഒന്നല്ല 3 മരണം ഉണ്ടായി. ഒരു മരണം ഫിലോമിന എന്ന് പറയുന്നത് സ്ത്രീയുടേതായിരുന്നു. അപ്പോഴാണ് ED അവിടേക്ക് എത്തുന്നത്. ED എത്തണം എന്ന ആവശ്യം അന്ന് പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ED അവിടെ എത്തുകയും EDക്ക് ഇപ്പൊ നേരത്തെ ഡോക്ടർ ജയരാജ് പറഞ്ഞതിനേക്കാളൊക്കെ വലിയ എമൗണ്ട് അവർക്ക് ആവശ്യപ്പെടുന്ന അത്ര തന്നെ എമൗണ്ട് വോളിയം ഉള്ള ഒരു കേസായിരുന്നു ഈ കരുവന്നൂരിലെ കേസ്. പക്ഷെ കരുവന്നൂരിലെ കേസിൽ എന്താ ഉണ്ടായത്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേന്നാൾ ED ആ കേസ് അവസാനിപ്പിച്ച് തിരിച്ചു കയറിപ്പോയി. എന്നിട്ടോ ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ BJPക്ക് ആദ്യമായി ഒരു MP ഉണ്ടായി. ഇപ്പോ ചിലപ്പോൾ ജയരാജ് അടുത്ത ടൈമിൽ പറഞ്ഞേക്കാം കോൺഗ്രസിന്റെ വോട്ടല്ലേ പോയത്. എങ്ങനെയാ കോൺഗ്രസിന്റെ വോട്ട് പോകുന്നത്? ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വെച്ച് നമ്മൾ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഏതാണ്ട് 1.25 ലക്ഷം വോട്ട് CPMന്റെ അവിടെ കുറഞ്ഞു. അങ്ങനെയാണ് അവിടെ BJPക്ക് ഒരു MP ഉണ്ടാവുന്നത്. പിന്നീട് കരുവന്നൂർ കേസിൽ കേന്ദ്ര ഏജൻസിയുടെ ഏതെങ്കിലും അന്വേഷണമോ മുന്നോട്ട് പോകലുകളോ ഉണ്ടായിട്ടുണ്ടോ? അയ്യന്തോളിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. ഇനി രണ്ടാമത്, നേരത്തെ ഹരിദാസ് പറഞ്ഞു ഏത് AKG സെന്റർ ആണ് ഇവരുടെ ഓഫീസ് അഡ്രസ്. അത് പോട്ടെ, ലൈഫ് മിഷൻ കേസിൽ പ്രതി ഇറക്കപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കരൻ അയാൾ ജയിലിലേക്ക് പോയി. ആ ശിവശങ്കരന്റെയും കൂടി ഓഫീസായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസായ ക്ലിഫ് ഹൗസ്. ആ ക്ലിഫ് ഹൗസ് ആണ് പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം എന്ന് കേന്ദ്ര ഏജൻസി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ എഴുതി ചേർത്തത്. പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം, അതായത് ക്രൈം നടന്ന സ്ഥലം. ആ സ്ഥലം ഇപ്പൊ ഞാനിപ്പോ മഞ്ജുഷിനെ ആക്രമിക്കുന്നു എന്നിരിക്കട്ടെ, ന്യൂസ് 8ന്റെ സ്റ്റുഡിയോയിൽ വെച്ച്. അങ്ങനെ ആക്രമിക്കുമ്പോൾ പോലീസ് ഏറ്റവും ആദ്യം എത്തേണ്ട എവിടെയാ? നമ്മുടെയൊക്കെ സ്വാഭാവികവും വളരെ ഏത് അരിയാഹാരം കഴിക്കുന്നവർക്കും മനസ്സിലാവുന്ന ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ് എന്താ? അത് ക്രൈം നടന്നിടത്താണ്. അപ്പോ പ്ലേസ് ഓഫ് ഒക്കറൻസ് ഓഫ് ദ ക്രൈം, അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അഥവാ ക്ലിഫ് ഹൗസ്, ഈ 2 സ്ഥലങ്ങളിലും ആരെത്തിയില്ല? ആ അന്വേഷണ ഏജൻസി എത്തിയില്ല. അവിടെ ഇരുന്ന് ശിവശങ്കരനെ പ്രതിയേർത്തു, അറസ്റ്റ് ചെയ്തു, അയാൾ ജയിലിൽ പോയി. പക്ഷെ എന്നിട്ട് പോലും അന്വേഷണ ഏജൻസിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ക്ലിഫ് ഹൗസിലേക്കോ പോകാനുള്ള ധൈര്യം ഉണ്ടായില്ല. അപ്പോ രണ്ടാമത്തെ സെറ്റിൽമെന്റും നമ്മൾ അന്നേ പറഞ്ഞു വെച്ചതാണ്. ഇപ്പൊ മൂന്നാമത് ജയരാജൻ പറയാണ് ഏതാണ്ട് 2.5 കോടി രൂപ. ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലേ? ഇപ്പൊ നാളെ വീണ വിജയൻ അല്ലെങ്കിൽ അഥവാ വീണ തൈക്കണ്ടി അല്ലെങ്കിൽ വീണ റിയാസ് പ്രതി ചേർക്കപ്പെട്ടാൽ അവരെ കോടതി കുറ്റവാളിയാണ് എന്ന് കണ്ട് ശിക്ഷിച്ചാൽ നിങ്ങൾ അപ്പൊ കോടതിയോട് പറയോ? നിങ്ങളുടെ മറ്റേ ആ ജയരാജൻ മാഷ് ഉണ്ടല്ലോ, ശുംഭൻ എന്നൊക്കെ കോടതിയെ വിളിക്കുന്നത്, അയാളെ കൊണ്ട് മൈക്ക് കെട്ടി പ്രസംഗിപ്പിക്കുകയോ? എന്റെ ശുംഭ കോടതി, എന്ത് ശുംഭനാണോ ഇയാള്? 2.5 കോടി രൂപയുടെ മറ്റേ AKG സെന്ററിന്റെ പുറകിൽ നിൽക്കുന്ന പുല്ല് പറിച്ചു വിട്ടാൽ കിട്ടൂലോ ഈ 2.5 കോടി എന്ന് പറയാം നിങ്ങൾ? അങ്ങനെയല്ല. മണി ലോണ്ടറിംഗ് ആക്ട്, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, PMLA ആക്ടിന്റെ പരിധിയിലേക്ക് വരുന്നത് 1 ലക്ഷം രൂപയോ അതിൽ മുകളിലോ അത് ബ്ലാക്ക് വൈറ്റ് ആക്കാൻ ശ്രമിച്ചാൽ അല്ലെങ്കിൽ മണി ലോണ്ടറിംഗ് നടത്തിയാൽ അത് PMLA അട്രാക്ട് ചെയ്യും. ഇനി PMLA അട്രാക്ട് ചെയ്യുന്നത് മാത്രമാണോ ഈ കേസിലെ പ്രധാനപ്പെട്ട കാര്യം? ശ്രീ മഞ്ജുഷ്, അവിടെയാണ് നമ്മുടെ പ്രശ്നം. ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ജയരാജനോ ഇതിനു മുമ്പ് ഈ കേസ് തുടങ്ങിയ കാലത്ത് തൊട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ ആൾക്കാരോ ഇതിനെ ന്യായീകരിക്കാൻ ആദ്യം ഇറങ്ങി പുറപ്പെട്ട AK ബാലൻ സഖാവോ അടക്കമുള്ളവർക്ക് ഇതുവരെ പറയാൻ പറ്റാത്ത ഒരു കാര്യമുണ്ട്. ഏത് സർവീസ് കൊടുത്തതിനാണ് ഈ പറയുന്ന 2.5 കോടി രൂപ, ജയരാജന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ 2.5 കോടി രൂപ എന്തിനാണ് വീണ വിജയന് കിട്ടിയത്? അത് കൃത്യമായി പറഞ്ഞ പ്രശ്നം തീർന്നു. 2.5 കോടി രൂപ കിട്ടിയത് ഇതാ ഞങ്ങളുടെ കമ്പനി ഇതുവരെ ഒരു മറുപടി വന്നിട്ടില്ല. അത് മാത്രമല്ല SFIയുടെ റിപ്പോർട്ടിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതിന് കൃത്യമായ മറുപടി നൽകാനായിട്ട് വീണ വിജയന് കഴിഞ്ഞിട്ടില്ല എന്ന്. അവരുടെ കമ്പനിയുടെ എക്സ്പെർട്ടൈസും അതുപോലെ തന്നെ CMRLന് കിട്ടേണ്ടിയിരുന്ന സേവനവും തമ്മിൽ വളരെയധികം വ്യത്യാസവുമുണ്ട്. ഇതൊക്കെ SFIയുടെ റിപ്പോർട്ട് വായിച്ചു നോക്കുന്നത് ശ്രീ MK ഹരിദാസ് പറഞ്ഞത് വളരെ ശരിയാണ്. അത് ആർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. SFIO കൃത്യമായിട്ട് കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ EDക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പവുമാണ് ഈ വിഷയത്തിൽ. പക്ഷേ താങ്കൾ പറയുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് അവർ തമ്മിലൊരു
ഡീൽ ഉണ്ടാക്കിക്കൊണ്ട് ഇത് വേണ്ട എന്ന് വെക്കുകയാണെന്നാണല്ലോ. അപ്പോൾ ED കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും അന്വേഷണം നടത്തിയിട്ടുണ്ട് പല കേസുകളിൽ, അവിടെയും ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ല, അവിടെ ഞാൻ പറയട്ടെ, ഇപ്പൊ 48 മണിക്കൂറാണ് ശ്രീ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഈ പറയുന്ന നാഷണൽ ഹെറാൾഡ് കേസിൽ ഒരു പത്രകഷ്ണത്തിന്റെ പോലും തെളിവില്ലാത്ത, ഒരു കാമ്പോ കഴമ്പോ ഇല്ലാത്ത ഒരു പത്രക്കേസിൽ പോയി കേന്ദ്ര ഏജൻസിയുടെ മുമ്പിൽ ഇരുന്നു കൊടുത്തത്. ഞങ്ങൾ ആരെങ്കിലും ഈ കട്ടയും എടുത്തുകൊണ്ട് ഏതെങ്കിലും കട്ട സഹാബിനെ അന്വേഷണ ഏജൻസിയുടെ തല തല്ലിപ്പൊളിക്കാൻ പറഞ്ഞു വിടുന്നത് അങ്ങ് കണ്ടോ? ഡൽഹിയിലടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തെരുവിൽ കേന്ദ്ര ഏജൻസിയുടെ അമിത ബലപ്രയോഗത്തിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അത് സമാധാനപരമായിട്ടായിരിക്കും. ചിലപ്പോൾ പോലീസ് ബാരിക്കേഡുകൾ ചാടിക്കിടക്കാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ ശ്രമിച്ചിട്ടുണ്ടാവും. പക്ഷേ ഏതെങ്കിലും ഒരു കട്ട യൂത്ത് കോൺഗ്രസുകാരന്റെ കയ്യിൽ കട്ട കൊടുത്തിട്ട് ഇതാ നോക്കി എറിഞ്ഞോടാ അന്വേഷണ ഏജൻസിയുടെ തലക്കെട്ട് എന്ന് പറഞ്ഞ് എറിഞ്ഞ് അവനെ തീഹാർ ജയിലിൽ പറഞ്ഞു വിടുന്ന പരിപാടി ഞങ്ങൾക്കില്ലല്ലോ. അത് ചെയ്യുന്ന CPM അല്ലേ ഇവിടെ? അത് നിങ്ങൾ കണ്ടല്ലോ. ഇനി ഒരു കാര്യം ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഇപ്പൊ നേരത്തെ SFIO റിപ്പോർട്ട് പറഞ്ഞതുകൊണ്ടാണ്. SFIO റിപ്പോർട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അവിടെ വീണ വിജയൻ കൊടുത്ത മൊഴി എന്ന് അവർ രേഖപ്പെടുത്തുന്നത്, ആദ്യം ഈ പറയുന്ന CMRലുമായി എക്സാലോജിക്ക് ഒരു എഗ്രിമെന്റിൽ ഏർപ്പെട്ടു. ഏത്? അവരുടെ സോഫ്റ്റ്വെയർ നീഡ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. പിന്നീട് തിരിച്ച് കുറെ കാലം കഴിഞ്ഞു. അതിന്റെ ആ ഏർപ്പെട്ടപ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കുമ്പോൾ തന്നെ ഇവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരുന്നു. അത് ഏത് കമ്പനി നടക്കുമെന്ന് എനിക്കറിയില്ല. ഇവരുടെ ഓഫർ ലെറ്റർ കൊടുത്ത് അത് അവർ അക്സെപ്റ്റ് ചെയ്ത് ഇവർ കോൺട്രാക്റ്റിൽ ഏർപ്പെടണം. അതിന് മുമ്പ് തന്നെ പൈസ കൊടുത്തുകൊണ്ടിരുന്നു. ഇനി അത് കഴിഞ്ഞിട്ട് എന്തുണ്ടായി? ഇവരെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ല എന്ന് എക്സാലോജിക്ക് CMRലിനോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഈ പണി പറ്റില്ല, ഞങ്ങൾ കുറച്ചുകൂടെ വേറെ ആരെങ്കിലും നമുക്ക് കണ്ടെത്താം. അപ്പോൾ ഈ പണിക്ക് കൊള്ളില്ല എന്ന് ഈ പണിക്ക് കൊള്ളില്ല എന്നല്ല, അത് വിപണിയിൽ കിട്ടുന്ന റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഒരു സോഫ്റ്റ്വെയർ വാങ്ങിക്കുവാൻ തന്നെ തീരുമാനിച്ചു. അതാണ് SFIയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെ അതുവരെ പുതിയൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളായിരുന്നു. പിന്നീട് അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ഈ കാലയളവിലെല്ലാം എക്സാലോജിക്കിനും പണം കിട്ടിക്കൊണ്ടിരുന്നു. 3 ലക്ഷം രൂപ ഓരോ മാസവും, വീണ വിജയന് 5 ലക്ഷം രൂപ ഓരോ മാസവും കിട്ടിക്കൊണ്ടിരുന്നു. അതിൻ്റെ കണക്കുകളുമുണ്ട്. പക്ഷേ ഒടുവിൽ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. വിപണിയിൽ നിന്നൊരു റെഡിമെയ്ഡ് സോഫ്റ്റ്വെയർ വാങ്ങാമെന്ന്. പിന്നെ അതിനുശേഷവും ഈ സോഫ്റ്റ്വെയർ വാങ്ങാമെന്ന് തീരുമാനിച്ചതിന് പിന്നാലെയും അതിനുശേഷവും പണം കിട്ടിക്കൊണ്ടിരുന്നു എന്നുള്ളതുമുണ്ട് കേട്ടോ. SFI റിപ്പോർട്ട് അങ്ങനെയാണ്. അതെ അതെ അല്ല, ഈ പണി പറ്റില്ല എന്ന് പറഞ്ഞവർ ഒഴിഞ്ഞില്ല, വേണ്ട എന്ന് തീരുമാനിച്ചു, അത്രേ ഉള്ളൂ. അല്ലല്ല, അവരോട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ ഇൻഡിപെൻഡന്റ്ലി അവരോട് സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഇവർക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യാനായിരുന്നു CMRലിന്റെ ആവശ്യം. അപ്പൊ അത് വേണ്ട, അത് പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണി പറ്റില്ലെന്ന് തന്നെയാണ് അർത്ഥം. അവർ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. മാർക്കറ്റിൽ ഓൾറെഡി അവൈലബിൾ ആയ ഒരെണ്ണം മേടിക്കാമെന്ന് തീരുമാനിച്ചു. എന്നിട്ടും രസമുണ്ട്, ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇതേ എക്സാലോജിക്കിന്റെ MD എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എന്തോ ആയിക്കോട്ടെ, ആ എക്സാലോജിക്കിന്റെ ഭാഗമായ വീണ വിജയനെ പിന്നീട് മാർക്കറ്റിൽ ഏതാണ് കിട്ടുന്നത്, കൊള്ളാവുന്നത് ഏതാണ് കിട്ടുന്നത് എന്ന് മേടിക്കാൻ വേണ്ടി ഇൻ കൺസൾട്ടേഷൻ ആക്കി വീണ്ടും പൈസ കൊടുത്തുകൊണ്ടിരുന്നു. അപ്പൊ ഈ പൈസ കൊടുത്തത് എന്തിനാണ് എന്ന് CPM എന്ന് തന്നെ ഞാൻ പറയും. കാര്യം അവൈലബിൾ സെക്രട്ടേറിയറ്റ് വിളിച്ചു ചേർത്ത് ന്യായീകരിച്ച വിഷയമാണ്. അപ്പൊ CPM വീണ വിജയനോ പിണറായി വിജയനോ പറയാത്തിടത്തോളം കാലം ഇത് മറ്റൊരു കാര്യത്തിനാണ് കിട്ടിയത് എന്ന് കണ്ടെത്താനോ അനുമാനിക്കാനോ ആ രീതിയിൽ അന്വേഷണം കൊണ്ടുപോകാനോ കേന്ദ്ര ഏജൻസികൾക്ക് യാതൊരു പ്രശ്നമില്ല. കാരണം പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടും ഇതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടും. കാര്യം കറപ്ഷൻ നടന്നിട്ടുണ്ട് എന്നത് ചേർത്ത് വായിച്ചാൽ മാത്രമേ അത് മുമ്പോട്ട് പോവുകയുള്ളൂ. പക്ഷെ അങ്ങനെ പോകാൻ, ആ ലെവലിലേക്ക് ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകാൻ ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ തയ്യാറാവാത്തത്, നേരത്തെ ഹരിദാസ് പറഞ്ഞതുപോലെ പലപ്പോഴും, അതായത് കേരള പോലീസിന്റെ ഒരു വിഭാഗത്തെ ആനി രാജ പറഞ്ഞത് തന്നെ മുഖവിലേക്ക് എടുത്താൽ RSS ആക്കി കൊടുത്തതിന്റെ പ്രതിഫലമായി കേരള പോലീസിനുള്ളിലും കേരള വിദ്യാഭ്യാസ സമുദായത്തിന് മുഴുവൻ സംഘപരിവാരവൽക്കരണം നടത്തിയതിന്റെ പാരിതോഷികമായി അങ്ങ് തെക്കിൽ നിന്നുള്ള പല IPS IAS ഉദ്യോഗസ്ഥരുടെ മധ്യസ്ഥതയിലൂടെ പിണറായി വിജയൻ പണിതു വെച്ചിരിക്കുന്ന ഒരു ബ്രിഡ്ജ് ആ ബ്രിഡ്ജിന്റെ ഗുണമാണ്, ആ ബ്രിഡ്ജ് പണിതതിന്റെ അനുകൂലമാണ് ഇപ്പോൾ പിണറായി വിജയൻ ഈ അന്വേഷണത്തിൽ കിട്ടാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.